എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നയന ഗോവിന്ദനും കനകയും പോകുന്നതിന് മുമ്പ് അവരോട് പറയുന്നുണ്ട്, അമ്മയും അച്ഛനും ഇതൊന്നും ഓർത്ത് വിഷമിക്കുകയൊന്നും വേണ്ട എന്ന്. അന്നേരം ഗോവിന്ദൻ പറയുവാണ്, എന്നാലും നന്ദു കാണിച്ചത് ശരിയായ നടപടിയല്ല. അവൾ എന്തിനാണ് ഈ കാര്യത്തിൽ ഇത്രയും ആവേശം കാണിച്ചത്? അവൾക്ക് അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് കിട്ടിയാൽ തന്നെ അത് അന്നേരം തന്നെ ഇങ്ങോട്ട് വിളിച്ച് പറയേണ്ട കാര്യമില്ലായിരുന്നു. വിവാഹ നിശ്ചയം കഴിഞ്ഞതിന് ശേഷം പറഞ്ഞാൽ പോരായിരുന്നോ എന്ന് ചോദിക്കുക. അന്നേരം നയന പറയുന്നുണ്ട്, അവളുടെ ഡ്യൂട്ടിയല്ലേ ചെയ്തത്, അവളോട് നമുക്ക് അതിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കാനൊന്നും പറ്റിയല്ലോ എന്ന് പറയുമ്പം ഗോവിന്ദൻ പറയും, എന്നാലും ഈ ഒരു കാര്യത്തിൽ അവളോട് സംസാരിക്കണം, അവൾ ചെയ്തത് ശരിയല്ല എന്ന് പറയുവാണ്. ആ പറയുന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാവുന്നില്ല. നന്ദുവിന് ഇങ്ങനൊരു കംപ്ലൈൻറ്റ് കിട്ടിയിട്ടുണ്ട് എന്ന് മുത്തശ്ശനെ വിളിച്ച് പറയുക മാത്രമാണ് നന്ദു ചെയ്തത്. പക്ഷേ ഇനി അങ്ങോട്ടും ഇവരുടെ എല്ലാം സംഭാഷണത്തിൽ നന്ദുവിനെയാണ് അവർ കുറ്റപ്പെടുത്തുന്നത്. ഏതായാലും അതിനുശേഷം ഗോവിന്ദൻ നയനോട് പറയുന്നുണ്ട്, മോൾക്ക് വയ്യാതിരിക്കുമല്ലേ, അതുകൊണ്ട് മോള് ഒരുപാട് ദേഷ്യപ്പെടുകയും സങ്കടപ്പെടുകയും ഒന്നും ചെയ്യരുത്, ഇവിടെ ആരോടും വഴക്കുണ്ടാക്കാനൊന്നും പോകണ്ട എന്നൊക്കെ പറയുമ്പം നയന പറയുന്നുണ്ട്, ഇനി അങ്ങനെ പാവമായിട്ടിരിക്കാൻ ഞാൻ തീരുമാനിച്ചിട്ടില്ല. ഞാൻ പഴയ നയനയാകാൻ തന്നെയാണ് ഇനി അങ്ങോട്ടുള്ള തീരുമാനം. നമ്മൾ പല കാര്യങ്ങളും സഹിച്ചും ക്ഷമിച്ചും മുന്നോട്ട് പോകുന്നു. എന്നിട്ടും കുറ്റപ്പെടുത്തലുകൾ മാത്രമല്ലേ മിച്ചമുള്ളൂ. ശരിക്കും അനിയും നന്ദും ഒരുമിക്കാതിരിക്കാനുള്ള മെയിൻ കാരണം അച്ഛനും അമ്മയുമാണ്. അന്ന് മുത്തശ്ശനും മുത്തശ്ശിയും വന്ന് ചോദിച്ചപ്പം നിങ്ങൾ നിങ്ങളുടെ നിലപാട് വ്യക്തമാക്കി. അതുകൊണ്ടാണ് ആ വിവാഹം നടക്കാതിരുന്നത്. നിങ്ങൾ സമ്മതിച്ചിരുന്നുവെങ്കിൽ ഇളയമ്മയുടെ സമ്മതം പോലും മുത്തശ്ശൻ നോക്കില്ലായിരുന്നു, ആ വിവാഹം നടന്നേനെ. ഇത്രയൊക്കെ നമ്മൾ കാര്യങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് പോയിട്ടും അവർ നമ്മളെ കുറ്റപ്പെടുത്തുവാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല. ഇനി ഞാൻ ഒരിക്കലും അനിയെ ഉപദേശിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. എന്താണോ നടക്കുന്നത് അതുപോലെ അങ്ങ് നടക്കട്ടെ എന്ന് പറയുക. അന്നേരം കനക പറയുന്നുണ്ട്, മോളെ ഒരിക്കലും അനിയും നന്ദുവും തമ്മിൽ ഒന്നിക്കാൻ നീ കാരണമാകരുത് എന്ന്. എന്നിട്ട് കനക ഗോവിന്ദനോട് പറയും, ഞാൻ ഗോവിന്ദനോട് കഴിഞ്ഞ ദിവസമേ പറഞ്ഞില്ലേ ആ ജ്യോത്സ്യൻ പറഞ്ഞ കാര്യം, ഞാൻ ഏത് ജാതകമായിട്ട് ചെന്നാലും ജ്യോത്സ്യൻ പറയും നന്ദുവിൻ്റെ മനസ്സിലൊരു പുരുഷനുണ്ട്, അയാളുമായിട്ടുള്ള വിവാഹം മാത്രമേ നടക്കുകയുള്ളൂ എന്ന്. അത് ഓർക്കുമ്പോഴേ എനിക്ക് വിഷമം എന്ന് പറയും. അന്നേരം നയന ചോദിക്കും, ഈ പ്രാവശ്യം അങ്ങനെ തന്നെയാണോ പറഞ്ഞത് എന്ന്. അന്നേരം അങ്ങനെ തന്നെയാണ് മോളെ പറഞ്ഞത് എന്ന് പറയുമ്പം നയന പറയുന്നുണ്ട്, മിക്കവാറും അങ്ങനെ ഒരു വിവാഹം നടക്കാനായിരിക്കും അവൾക്ക് യോഗം. ഏതായാലും നമ്മളായിട്ട് ഇനി ഒന്നിനെ എതിർക്കാൻ പോകണ്ട, എന്താണെന്ന് വെച്ചാൽ സംഭവിക്കട്ടെ എന്ന് പറയുന്നു. പക്ഷേ കനകയും ഗോവിന്ദനും അവരുടെ വിവാഹത്തിന് സമ്മതിക്കത്തില്ല എന്ന് തന്നെ പറഞ്ഞിട്ടാണ് അവിടുന്ന് പോകുന്നത്. പോകുന്നതിന് മുമ്പ് കനക പറയുവാണ്, ഇനി 7-ാം മാസത്തെ ചടങ്ങ് നടക്കുന്നുണ്ട്, ആ സമയത്തും നന്ദുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരാതിരിക്കുന്നത് എങ്ങനെയാണ് മോളെ എന്ന്. അന്നേരം നയന പറയും, അവളെ കൊണ്ടുവരണം, അതിനെന്തിനാണ് അമ്മ മടിക്കുന്നത്, അവളുടെ 2 ചേച്ചിമാർ താമസിക്കുന്ന വീടാണ് ഇത്, ഇങ്ങോട്ടേക്ക് അവൾ വന്നു എന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, അതുകൊണ്ട് അമ്മ അവളെയും കൂട്ടി തന്നെ വരണം. ഇനി അവൾ ഇങ്ങോട്ട് വരാൻ തയ്യാറായില്ലെങ്കിൽ ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരും, ആർക്കാ ബുദ്ധിമുട്ട് എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇവിടെ അപ്പച്ചിയും അപ്പച്ചിയുടെ മകനും എന്തൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ട്, എന്നിട്ടാണ് അവരിവിടെ ജീവിക്കുന്നത്. അതുമാത്രമല്ല എൻ്റെ ചേച്ചിയെ പോലും പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് എൻ്റെ ശത്രുവാക്കി. അത്രയൊക്കെ ചെയ്ത് അവർക്ക് ഇവിടെ ജീവിക്കാമെങ്കിൽ എൻ്റെ അനിയത്തി വന്നു എന്ന് കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നൊക്കെ നയന പറയുന്നുണ്ട്. ഇത് അങ്ങോരെ കാണുമോ എന്നറിയില്ല. ഏതായാലും ഇപ്പം നന്ദുവിൻ്റെ കൂടെ നിൽക്കും എന്നുള്ള രീതിയിലാണ് നയന സംസാരിക്കുന്നത്. ഏതായാലും ഈ വിവരങ്ങൾ അറിഞ്ഞ് നവീൻ പോയി വേണുവിനെയും അനാമികയും കാണുന്നുണ്ട്. അവരോട് എന്തിനാണ് വിവാഹ നിശ്ചയം മുടക്കിയത് എന്ന് ചോദിച്ച് വഴക്കുണ്ടാക്കുന്നു. അന്നേരം അവർ പറയുന്നുണ്ട്, വക്കീലിൻ്റെ മനസ്സിലെ വിചാരം എന്താണ് എന്നൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാം. നന്ദുവിനെ ഫ്രീ ആയിട്ട് കിട്ടാൻ വേണ്ടിയല്ലേ നിങ്ങൾ അനിയുടെ വിവാഹ നിശ്ചയം നടക്കട്ടെ എന്ന് തീരുമാനിച്ചത്. അത് ഞങ്ങൾക്ക് നേരത്തെ മനസ്സിലായതാണ് എന്ന് പറയുമ്പം നവീൻ പറയുന്നുണ്ട്, എനിക്ക് നന്ദുവിനെ ഇഷ്ടമാണ്, പക്ഷേ അവളെ വിവാഹം കഴിക്കാൻ എനിക്ക് അനി ഫ്രീ ആകണമെന്നൊന്നുമില്ല. എൻ്റെ ആഗ്രഹം എൻ്റെ വീട്ടിൽ അറിയിച്ചാൽ മതി, അതെന്താണെന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. പിന്നെ നിങ്ങളിപ്പം ഈ ഒരു വിവാഹ നിശ്ചയം മുടക്കി എന്ന് കരുതി അനിയുടെ വിവാഹമൊന്നും മുത്തശ്ശൻ നടത്താതിരിക്കത്തൊന്നുമില്ല. മുത്തശ്ശനൊരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് പിന്നോട്ട് പോകില്ല. പിന്നെ നിങ്ങൾ ഈ കാണിച്ചതിനുള്ള പരിപാടി ഞാൻ അങ്ങ് കോടതിയിൽ തരാമെന്ന് പറയും. എന്നിട്ട് നവീൻ പറയുന്നുണ്ട്, ഈ വിവാഹ നിശ്ചയം നടക്കുമായിരുന്നെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രയോജനം നിങ്ങൾക്കായിരുന്നു. അത് വെച്ച് നിങ്ങൾക്ക് അവരോട് ബാർഗെയിൻ നടത്തായിരുന്നു, ഭീഷണിപ്പെടുത്തായിരുന്നു. ഇനി കോടതിയിൽ ഈ കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുമെന്ന് പറഞ്ഞ് ഇനിയിപ്പം അവർ അതിന് വഴങ്ങിയില്ലെങ്കിൽ തന്നെ കോടതിയിൽ ഈ കാര്യം പറഞ്ഞായിരുന്നെങ്കിൽ കോടതി നിങ്ങളോടൊപ്പം നിന്നേനെ. ഇനി അതൊന്നും നടക്കില്ല എന്ന് പറയുന്നു. അന്നേരം അനാമിക പറയുന്നുണ്ട്, വക്കീലിനെ ഞങ്ങൾക്ക് അത്ര വിശ്വാസമില്ല എന്ന്. അന്നേരം നവീന് ദേഷ്യം വരും. നവീൻ പറയും, ഓ അങ്ങനെയാണോ, എങ്കിൽ ബാക്കി കാര്യങ്ങൾ ഞാൻ ചെയ്തോളാം. ഇതിനു മുമ്പ് നിങ്ങളൊരു കള്ളക്കേസ് കൊടുത്തായിരുന്നു, അന്ന് ഞാൻ എങ്ങനെയാണ് പെർഫോം ചെയ്തത് എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ. ആ കേസ് വെച്ച് നോക്കുമ്പോൾ ഇത് വെറും ചീള് കേസാണ്, ഇതെങ്ങനെ തീർപ്പാക്കണം എന്ന് എനിക്കറിയാം. ഇനി പൈസ നിങ്ങൾക്ക് കോടതിയിൽ നിന്ന് അനുവദിച്ച് കിട്ടുമെന്ന് നിങ്ങൾ കരുതണ്ട, അതിന് തടയിടാനുള്ളതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് നവീൻ അങ്ങോട്ട് പോകുന്നു. പോയി കഴിയുമ്പോൾ വേണു അനാമികയോട് ചോദിക്കും, മോളെ
പ്രശ്നമായോ, വക്കീലിനെ പിണക്കണ്ടായിരുന്നില്ലേ എന്ന്. അന്നേരം അനാമിക പറയും, ഇതെല്ലാം അച്ഛനല്ലേ ഒപ്പിച്ചു വെച്ചത്, അച്ഛൻ പറഞ്ഞിട്ടല്ലേ ഞാൻ അച്ഛൻ്റെ കൂടെ വന്നത്, ഇനിയിപ്പം ഒന്നും കിട്ടിയില്ലെങ്കിൽ നമ്മൾ ആത്മഹത്യ ചെയ്യേണ്ടി വരും, അതും ഒന്ന് ഓർത്ത് വെച്ചേരെ എന്ന് അനാമിക വേണുവിനോടും പറയുന്നു. പിന്നെ കാണിക്കുന്ന അനിയാണ്. ഏതായാലും വിവാഹ നിശ്ചയം മുടങ്ങിയ ഒരു സന്തോഷത്തിൽ അനി ഇരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് നയനയും ആദർശോട് ചെല്ലും. എന്നിട്ട് നയന അനിയോട് ചോദിക്കുവാണ്, ഈ നടന്നതെല്ലാം നിൻ്റെയും നന്ദുവിൻ്റെയും ഒരു നാടകമല്ലേ, നിങ്ങൾ കരുതി കൂട്ടി ഇതെല്ലാം ചെയ്തതല്ലേ എന്ന് ചോദിക്കുന്നു. അന്നേരം അനി പറയുന്നുണ്ട്, വിവാഹ നിശ്ചയം മുടങ്ങിയതിൽ എനിക്ക് സന്തോഷമുണ്ട് എന്ന് കരുതി ഇതൊന്നും ഞാനും നന്ദുവും കൂടി പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയതൊന്നുമല്ല. മുത്തശ്ശൻ പറയുമ്പോഴാണ് നന്ദു മുത്തശ്ശനെ വിളിച്ച കാര്യം പോലും ഞാൻ അറിയുന്നത് എന്ന് പറയും. അന്നേരം ആദർശം നയനയും ഒരുപോലെ പറയുന്നു, ഈ ഒരു കാര്യത്തിൽ ഞങ്ങൾ നിന്നെ വിശ്വസിക്കുകയില്ല. നന്ദുവിനെയാണെങ്കിൽ പോലും ഞാൻ ഒരുപാട് ഉപദേശിച്ചിട്ടുണ്ട്, പക്ഷേ അനിയുമായുള്ള ഒരു ബന്ധത്തിൻ്റെ കേസിൽ മാത്രം അവളെ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല, ബാക്കി എല്ലാ കാര്യത്തിലും അവൾ 100% പെർഫെക്റ്റ് ആണ് എന്ന് തന്നെ പറയുന്നു. അന്നേരം ആദർശ് പറയുന്നുണ്ട്, ഇവന് നല്ല സന്തോഷമാണ് എന്ന് എനിക്കറിയാം, എൻ്റെ MD കസേര അവൻ തിരിച്ചു തന്നപ്പോൾ അവൻ തുള്ളിച്ചാടി സന്തോഷിക്കുമായിരുന്നു, കാരണം ഇനി ഫ്രീ ആയല്ലോ, നന്ദുവിൻ്റെ പുറകെ അവന് കറങ്ങി നടക്കാമല്ലോ, അത് തന്നെ അവൻ്റെ മനസ്സിലിരിപ്പ് എന്ന് പറയുമ്പം ഒരു ചെറിയ ചിരി വരും അനിയുടെ മുഖത്ത്. എന്നിട്ട് അനി പറയും, പോ ചേട്ടാ, ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല എന്ന്. അന്നേരം ആദർശ് പറയുവാണ്, നീ ഒരുപാട് തർക്കിക്കൊന്നും വേണ്ട, നിൻ്റെ മുഖത്തെ ആ ചിരി കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കിതെല്ലാം മനസ്സിലാവുമെന്ന്. അന്നേരം നയന പറയുന്നുണ്ട്, ഈ ചിരിയും സന്തോഷവും ഒന്നും ഇവിടെയുള്ളവരുടെ മുന്നിൽ പ്രകടിപ്പിക്കാൻ നിൽക്കണ്ട അനി, കാരണം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വലിയ പ്രശ്നങ്ങളുണ്ടാകും, വെറുതെ എന്തിനാ അവരെ വാശി കയറ്റിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നു. അന്നേരം ആദർശ് പറയുന്നുണ്ട്, എടാ നീയും നന്ദുവും തമ്മിലുള്ള വിവാഹം നടക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ, അതിന് ഒരുപാട് പ്രതിസന്ധികളുണ്ട്, ഒരുപാട് തടസ്സങ്ങളുണ്ട് എന്നൊക്കെ പറയുമ്പം അനി പറയുന്നുണ്ട്, അങ്ങനെ വേണമെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, നിങ്ങൾ പറയുന്നത് പോലെ നന്ദുവും ഞാനും തമ്മിൽ ഇപ്പോൾ ആ രീതിയിലൊന്നും കാണാറും സംസാരിക്കാറും ഒന്നും ഇല്ല എന്ന് പറയുമ്പോൾ, ഓ ഞങ്ങളതങ്ങ് വിശ്വസിച്ചു, നീ വെറുതെ നുണ പറയാൻ നിൽക്കണ്ട എന്ന് പറയുന്നു. എന്നിട്ട് ആദർശങ്ങ് പോകുന്നതിന് മുമ്പ് നയന പറയുന്നുണ്ട്, അനി ഒരു കാരണവശാലും ഒരിക്കലും അനിയും നന്ദുവും തമ്മിൽ ഒന്നിക്കാൻ പോകുന്നില്ല, അതിന് ഒരുപാട് തടസ്സങ്ങളുണ്ടെന്ന് ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞു, അതുകൊണ്ട് അത് മനസ്സിലാക്കി മുന്നോട്ട് ജീവിച്ച രണ്ടുപേർക്കും കൊള്ളാം എന്ന് പറഞ്ഞിട്ടാണ് നയന അങ്ങ് പോകുന്നത്. പോയി കഴിയുമ്പോഴും വിവാഹം മുടങ്ങി ഒരു ആശ്വാസത്തിൽ നിൽക്കുവാണ് അനി. പക്ഷേ ഭയങ്കര സങ്കടത്തിലാണ് അബി റൂമിൽ പോയി കണ്ണാടി നോക്കി ഇങ്ങനെ നിൽക്കുവാണ്. അബിക്ക് സങ്കടം വരുമ്പോഴെല്ലാം കണ്ണാടി നോക്കി നിൽക്കുമെന്നാണ് തോന്നുന്നത്, ആകെ വിഷമിച്ചിങ്ങനെ നിൽക്കുന്നു. പക്ഷേ അങ്ങോട്ട് തന്നെ നവ്യയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. നവ്യ ആ നിപ്പ് കണ്ടിട്ട് മനസ്സിലോർക്കുക, എടാ നീയും നിൻ്റെ അമ്മയും അനിയത്തിയും നന്നായിട്ട് വിഷമിക്കും, ഇനിയും വിഷമിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ, ഇനി അങ്ങോട്ട് നിൻ്റെ ഒന്നും ജീവിതത്തിൽ ഒരു നല്ല കാര്യവും നടക്കാൻ പോകുന്നില്ല, നീയൊക്കെ എൻ്റെ മുന്നിൽ ഡബിൾ സ്റ്റാൻഡിൽ നിന്ന് രണ്ട് രീതിയിൽ പെരുമാറിയതുപോലെ ഞാനും അങ്ങനെ തന്നെയാണ് പെരുമാറാൻ തീരുമാനിച്ചേക്കുന്നത് എന്നിങ്ങനെ മനസ്സിലോർക്കും. എന്നിട്ട് അടുത്തോട്ട് ചെന്നിട്ട്, എടാ എന്നാലും നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ലല്ലോടാ എന്നിങ്ങനെ വിഷമത്തിൽ പറയുക. അന്നേരം എല്ലാം നശിപ്പിച്ചത് മൊത്തം നിൻ്റെ അനിയത്തി, അവൾ ഒറ്റൊരുത്തി കാരണമാണ് ഇത് മൊത്തം സംഭവിച്ചതെന്ന് പറയുമ്പോൾ, ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും, അനിയും നന്ദും കൂടിയുള്ള ഒരു നാടകമായിരിക്കും ഇതിവിടെ നടന്നത് മൊത്തം എന്നൊക്കെ പറയുമ്പം അഭി പറയുന്നുണ്ട്, അതങ്ങനെ ആവാനാണ് സാധ്യത, പക്ഷേ അവൻ വിചാരിക്കുന്ന രീതിയിൽ നന്ദുവായിട്ടുള്ള അവൻ്റെ വിവാഹം നടക്കും എന്ന് അവൻ ഒരിക്കലും കരുതേണ്ട കാര്യമില്ല, കാരണം അത് നടത്തത്തില്ല. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നോക്കിക്കോ, ഉറപ്പായിട്ടും അവളെ ഇല്ലാതാക്കിയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുവാണ്. അന്നേരം നവ്യ ഇങ്ങനെ വിഷമത്തോടെ ചോദിക്കും, എടാ അപ്പോൾ അനിയും അവന്തികയും തമ്മിലുള്ള വിവാഹം നടക്കാൻ എന്താ ചെയ്യുന്നേ, അത് നടക്കണ്ടേ, അങ്ങനെ നടക്കുമല്ലേ വേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പോൾ അഭി പറയുവാണ്, അങ്ങനെ അവരുടെ വിവാഹം നടക്കണമെങ്കിൽ ആദ്യം നന്ദുവിൻ്റെ വിവാഹം നടക്കണം, നന്ദു വേറൊരാളുടെ ഭാര്യ ആയിക്കഴിഞ്ഞാൽ അനി പിന്നെ പ്രതീക്ഷിക്കുന്നതിൽ കാര്യമൊന്നുമില്ലല്ലോ, അന്നേരം അവനൊന്ന് ഒതുങ്ങിക്കോളും, അങ്ങനെയാണെങ്കിൽ ഞാൻ എൻ്റെ പെങ്ങളുടെ വിവാഹം അവനുമായിട്ട് നടത്തിയെടുത്തിരിക്കും, ഏതായാലും മുത്തശ്ശൻ പിന്നോട്ട് പോകും എന്ന് എനിക്ക് തോന്നുന്നില്ല, മുത്തശ്ശൻ ഒരു കാര്യം വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിരിക്കും എന്നൊക്കെ അഭി പറയുവാണ്. അന്നേരം നവ്യ ഇങ്ങനെ മനസ്സിലോർക്കുക, അങ്ങനെയാണോ, എങ്കിൽ അത് നടക്കുന്ന എനിക്കൊന്ന് കാണണമല്ലോ, അങ്ങനെ നടക്കുവാണെങ്കിൽ ആ കല്യാണ മണ്ഡപത്തിൽ വന്ന് നിൻ്റെ അനിയത്തിയെ ഞാൻ കുത്തിക്കൊല്ലും, അങ്ങനെയെങ്കിലും ആ വിവാഹം ഞാൻ മുടക്കും എന്നിങ്ങനെ നവ്യ മനസ്സിലോർക്കുന്നു. എന്നിട്ടിങ്ങനെ ഭയങ്കര വിഷമത്തോടെ അഭിയോട് പറയുക, ഏതായാലും നീ വിചാരിക്കുന്ന പോലെയൊക്കെ നടക്കട്ടെ, അമ്മയും അച്ഛനും ഇപ്പം നല്ല ദേഷ്യത്തിലാണ് ഉള്ളത്, അങ്ങനെയാണ് വീട്ടിലോട്ട് പോയേക്കുന്നത്, ഇനി അങ്ങനെ എന്തെങ്കിലും തീരുമാനം അവരെടുക്കുവാണെങ്കിൽ എടുക്കട്ടെ അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങ് പോകുന്നു. തിരിഞ്ഞു പോകുമ്പോൾ ഒരു പുഞ്ചിരിയാട്ടോ നവ്യയുടെ മുഖത്ത്, ആകെ വിഷമിച്ച് നിൽക്കുവാണ് അഭി. പിന്നെയും കാണിക്കുന്നത് നയനയും ആദർശിനെയും തന്നെയാണ്. അവർക്ക് ആകെ വിഷമം, വിവാഹം മുടങ്ങിപ്പോയില്ലേ, അയർലൻഡിൽ നിന്ന് തിരിച്ചു വന്നതിന് ശേഷം അവന്തികയുടെ സ്വഭാവമൊക്കെ മാറി, അവളുടെ നല്ല സ്വഭാവമായി, അതുകൊണ്ട് അവളെ വേദനിപ്പിക്കാനും പറ്റുന്നില്ല, പിന്നെ അനിയുടെ കാര്യം ഓർക്കുമ്പം അവനെയും വേദനിപ്പിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അന്നേരം നയന പറയുന്നുണ്ട്, ഒരിക്കലും നന്ദുവും അനിയും തമ്മിൽ ഒന്നിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന്. അന്നേരം ആദർശ് പറയുന്നുണ്ട്, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നന്ദു അനിക്കുള്ളതാണ്, അവന് വേണ്ടി
അവസ്ഥയാണ് അവൾ ഉണ്ടായിട്ടുള്ളത് എന്ന് പോലും എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെയല്ലേ ശരിക്കും നടക്കേണ്ടത് എന്നൊക്കെ ചോദിക്കുമ്പം നയന പറയുക, നയനയ്ക്കും അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട് എന്ന്. പക്ഷേ എന്ത് ചെയ്യാം, ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ എതിർപ്പ് അനിയുടെ അമ്മയ്ക്കല്ലേ എന്ന്. അനിയുടെ അമ്മ എന്ന് പറയേണ്ട കാര്യമുണ്ട്, ഇളയമ്മ എന്ന് പറഞ്ഞ പോലെ. എന്നിട്ട് തൊട്ടടുത്ത് ഡയലോഗിൽ പറയും, ഇളയമ്മ ഇതിന് സമ്മതിക്കും എന്ന് തോന്നുന്നില്ല. അതുപോലെ ഇങ്ങനൊരു വിവാഹം നടന്നിട്ടുണ്ടെങ്കിൽ ഇളയമ്മ എൻ്റെ അച്ഛനും അമ്മയ്ക്കും സ്വൈര്യം കൊടുക്കത്തില്ല. 3 പെൺമക്കളെയും ഇങ്ങോട്ട് വിടാൻ വേണ്ടിയുള്ള പരിപാടിയായിരുന്നു, അതവർ സാധിച്ചെടുത്തു എന്നൊക്കെ പറഞ്ഞ് അവരെ കളിയാക്കിക്കൊണ്ടിരിക്കും. അവർക്ക് സ്വൈര്യം കൊടുക്കില്ല എന്നൊക്കെ പറയുന്നു. അന്നേരം ആദർശ് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്, മുത്തച്ഛനും മുത്തശ്ശിയും ആകെ വിഷമത്തിലായല്ലോ എന്നിങ്ങനെ ചോദിക്കുക. അന്നേരം നയന പറയുന്നുണ്ട്, അവർ മാത്രമല്ല ആദർശേട്ടൻ്റെ അമ്മയ്ക്കും ഭയങ്കര വിഷമമാണ് എന്ന് പറയും. അന്നേരം ആദർശ് പിന്നെയും പറയും, അവർ തമ്മിൽ ഇപ്പോൾ ബന്ധമൊന്നുമില്ല എന്ന് അനു പറയുന്നു. അപ്പോൾ പിന്നെ ഇവൻ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുവാണ്. അന്നേരം നയന പറയുന്നുണ്ട്, ആ പറയുന്നത് മൊത്തം നുണയാണ്. ആദർശേട്ടന് ഒരു ദിവസം അവൻ്റെ പുറകെ ഒന്ന് പോയി നോക്കിക്കേ, അവർ എവിടെയൊക്കെ വെച്ച് കാണുന്നുണ്ടെന്ന് അന്നേരം ആദർശേട്ടന് മനസ്സിലാകും എന്ന് പറയുന്നു. ഏതായാലും വരുന്ന പോലെ വരട്ടെ എന്നുള്ള രീതിയിൽ അവരും സംഭാഷണം നിർത്തുന്നു. പിന്നെ കാണിക്കുന്ന അനിയാണ്. അനി ഭയങ്കര സന്തോഷത്തിലാണ് എന്നുള്ള കാര്യം നമുക്കറിയാലോ. അപ്പോഴത്തേക്കും അങ്ങോട്ടേക്ക് അവന്തിക്ക് ചെല്ലും. എന്നിട്ട് അവന്തിക്ക് ചോദിക്കുന്നുണ്ട്, ഭയങ്കര സന്തോഷമാണോ അനിയേട്ടനെ എന്ന്. അന്നേരം സന്തോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ വിവാഹ നിശ്ചയം മുടങ്ങിയാൽ എനിക്ക് സന്തോഷമുണ്ട്, ഈ വിവാഹത്തിൻ്റെ എനിക്ക് താല്പര്യമില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ എന്ന് ചോദിക്കും. അന്നേരം അവന്തിക പറയുന്നുണ്ട്, ഈ കാര്യങ്ങളെല്ലാം ഒപ്പിച്ചു വെച്ചത് അനിയേട്ടനും ആ നന്ദുവും കൂടിയല്ലേ, നിങ്ങൾ രണ്ടും കൂടി ഒരുമിച്ച് ഇത് മുടക്കാൻ വേണ്ടി ഓരോന്ന് ചെയ്തതല്ലേ, എനിക്ക് നന്നായിട്ട് അറിയാമെന്നൊക്കെ പറയുമ്പം അനി പറയും, അങ്ങനെയൊന്നും ഞാനൊന്നും ചെയ്തിട്ടില്ല. പിന്നെ അനാമികയോടും അവളുടെ അച്ഛനോടും അമ്മയോടും എനിക്കുള്ള വൈരാഗ്യം നിനക്കറിയാലോ, അതുകൊണ്ട് തന്നെ ഇങ്ങനൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അവരുടെ അടുത്തേക്ക് ചെല്ലുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം അവന്തിക പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ പിന്നിൽ കളിച്ചത് അവൾ ആ നന്ദു ആയിരിക്കും. പിന്നെ ഒരു കാര്യം ഞാൻ അനിയേട്ടനോട് പറഞ്ഞേക്കാം, ഒരിക്കലും അനിയേട്ടനും അവളും തമ്മിലുള്ള വിവാഹം നടക്കുകയില്ല എന്ന് പറയുക. അന്നേരം അനി പറയും, അങ്ങനെ നടക്കണമെന്ന് ഞാൻ പറഞ്ഞു എന്ന്. അന്നേരം അവന്തിക പിന്നെയും പറയുന്നുണ്ട്, അങ്ങനെ ആഗ്രഹിച്ചാലും നടക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരിക്കലും അവൾ അനിയേട്ടൻ്റെ ഭാര്യയായിട്ട് വരികയില്ല, അത് ഞാൻ അനുവദിച്ച് തരികയില്ല. ഞാൻ ഈ വീട്ടിൽ നിന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്കിവിടെ തന്നെ താമസിക്കണം. അതിനു വേണ്ടിയാണ് ഞാൻ അനിയേട്ടനെ വിവാഹം കഴിക്കണം എന്ന് പറഞ്ഞത്. അതാകുമ്പം എനിക്ക് ഈ വീട്ടിൽ തന്നെ നിൽക്കാം, ബാക്കിയുള്ള എൻ്റെ പ്രിയപ്പെട്ടവരെയൊക്കെ എനിക്ക് കാണുകയും ചെയ്യാം എന്ന് പറയുന്നു. അന്നേരം അനി ചോദിക്കും, അതിനുവേണ്ടി നീ എന്നെ ബലിയാടാക്കേണ്ട കാര്യമുണ്ടോ, എനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ല. ഒരു വിവാഹം എന്ന് പറയുമ്പം 2 പേർക്കും താല്പര്യം വേണം, അല്ലാതെ ഒരാളുടെ താല്പര്യത്തിലല്ല വിവാഹം നടക്കേണ്ടത് എന്ന് പറയുമ്പം അവന്തിക പറയുന്നുണ്ട്, ഇതിനെല്ലാം കാരണം അവൾ ഒരുത്തിയാണ് നന്ദു. അവളുടെ അച്ഛനും അമ്മയും ഒക്കെ കണക്കാണ്, അവർക്ക് എങ്ങനെയെങ്കിലും ചുളുവിൽ മക്കളുടെ വിവാഹം നടത്തി വിടണം, അതിനു വേണ്ടിയാണ് ഇതൊക്കെ കാണിക്കുന്നത്. അവളെ കൂടി ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ വേണ്ടിയാണ് ആ സാധനങ്ങൾ ശ്രമിക്കുന്നത് എന്നൊക്കെ പറയുമ്പം, ഈ രീതി നീ സംസാരിക്കരുത്, അങ്ങനെയാണെങ്കിൽ നീയും ചുളുവിൽ വിവാഹം നടത്താൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് എനിക്ക് പറയാൻ മേലേ എന്ന് അനി ചോദിക്കും. അന്നേരം അവന്തിക പറയുവാണ്, ഇതിപ്പം വേറൊരാളെയാണ് ഞാൻ വിവാഹം കഴിക്കുന്നതെങ്കിൽ എനിക്ക് അവകാശപ്പെട്ടതെല്ലാം തന്ന് അന്തസ്സായിട്ട് ഈ വീട്ടിലുള്ളവർ എൻ്റെ വിവാഹം നടത്തിയല്ലേ എന്ന് ചോദിക്കുവാണ്. അന്നേരം അനി പറയും, അങ്ങനെയാണെങ്കിൽ നീ അങ്ങനെ എന്തെങ്കിലും ആലോചിക്കണം, അല്ലാതെ എന്നെ എന്തിനാ ബുദ്ധിമുട്ടിക്കാൻ വരുന്നതെന്ന് ചോദിക്കും. ഏതായാലും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ലാസ്റ്റ് അവന്തിക പറയും, ഒരിക്കലും ഞാൻ അനിയേട്ടനെ വിട്ടുകളയാൻ തീരുമാനിച്ചിട്ടില്ല, എൻ്റെ വിവാഹം നടക്കുന്നുണ്ടെങ്കിൽ അത് അനിയേട്ടനുമായിട്ടായിരിക്കും, അതുകൊണ്ട് ആ വിവാഹം നടക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ ഞാൻ ചെയ്യും എന്ന് പറഞ്ഞിട്ട് അവന്തിക അങ്ങ് പോകുന്നു. അത് കഴിഞ്ഞ് ഇത് പറഞ്ഞിട്ട് പോകുമ്പോൾ ആകെ ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ പിന്നെയും എനിക്ക്. ഏതായാലും ഇത് കഴിഞ്ഞ് നേരെ അവന്തിക നാഗേന്ദ്രൻ്റെ അടുത്തോട്ട് ചെല്ലും. എന്നിട്ട് വിവാഹം മുടങ്ങിയതിൽ സങ്കടമൊക്കെ പറയുമ്പം നാഗേന്ദ്രൻ പറയുന്നുണ്ട്, എനിക്കും വിഷമമുണ്ട് വിവാഹം മുടങ്ങിയതിൽ, ഇതിൻ്റെ പിന്നിൽ കളിച്ചത് ആ നന്ദു ആയിരിക്കും എന്ന് പറയുമ്പം അവളാച്ച ഇതിനെല്ലാം കാരണമെന്ന് അവന്തികയും പറയും. അന്നേരം നാഗേന്ദ്രൻ പറയുന്നുണ്ട്, നമ്മുടെ കമ്പനിയിൽ പോലും പല തടസ്സങ്ങളും ഉണ്ടാക്കിയത് അവളാണ്, അവളെ ഒന്ന് തീർക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചതാണ്. പക്ഷേ 4 ആണുങ്ങളെ അടിച്ച് താഴെ ഇടാനുള്ള ആരോഗ്യം അവൾക്കുണ്ട്. പിന്നെ അന്ന് ഞാനിത് ചെയ്തപ്പം ആദർശ് വന്നില്ലായിരുന്നെങ്കിൽ കൂടി ഈ വിവാഹ നിശ്ചയം മുടക്കാൻ അവളിന്ന് ഉണ്ടാവുമായിരുന്നില്ല എന്നിങ്ങനെ പറയുക. അന്നേരം അവന്തിക പറയുന്നുണ്ട്, അനിയേട്ടൻ്റെ മനസ്സിൽ അവളാണ്, ഭയങ്കര സന്തോഷമാണ് അനിയേട്ടൻ ഈ വിവാഹ നിശ്ചയം മുടങ്ങിയതിന് ശേഷം ഒത്തിരി സന്തോഷത്തോടെ എന്നോട് സംസാരിച്ചത്. സന്തോഷം പുറത്ത് കാണിക്കാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും ആ മനസ്സിലെ സന്തോഷം എനിക്ക് മനസ്സിലാകുന്നുണ്ടെന്നൊക്കെ പറയുവാണ്. ഏതായാലും ഇതൊക്കെ കേട്ട് ഇത്തിരി ദേഷ്യത്തോടെ ഇരിക്കുന്ന നാഗേന്ദ്രനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ തീരുന്നത്.